കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനായി തങ്ങളുടെ ബസ്സുകൾ സർക്കാർ വാടക നൽകി ഏറ്റെടുക്കണമെന്ന് മലപ്പുറം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബസ് ഉടമകളുടെ സംഘടനകളുമായി ഒരു കൂടിയാലോചനകളും ഇല്ലാതെയാണ് പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതി നടപ്പിലാക്കിയ വേളയിൽ സ്വകാര്യ ബസ് വ്യവസായത്തെ ചേർത്ത് പിടിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. ഈ ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല. സംസ്ഥാന ബജറ്റിൽ ബസ്സുകളുടെ ത്രൈമാസ നികുതി 50% കുറച്ചുവെങ്കിലും ഇതിൽ പ്രതിദിനം 108 രൂപയുടെ പ്രയോജനം മാത്രമാണ് ലഭിക്കുന്നത്. പ്രതിദിനം 4000 രൂപ വരെ നഷ്ടത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് ഈ നികുതി ഇളവ് തീർത്തും അപര്യാപ്തമാണ്. വരുമാന പരിധിയും പ്രായപരിധിയും കണക്കിലെടുത്ത് മാത്രമേ പ്രിയദർശിനി ബസ്സിലെ സൗജന്യ യാത്ര അനുവദിക്കാവൂ എന്നും ഒരു ദിവസം ചെയ്യുന്ന യാത്രകളുടെ എണ്ണം കാർഡ് സമ്പ്രദായത്തിലൂടെ നിജപ്പെടുത്തണമെന്നും ബസ്സുടമകൾ ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ്സുകളുടെ നിലവിലെ ദയനീയാവസ്ഥ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പ്രത്യക്ഷ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി ശനിയാഴ്ച രാവിലെ 10:30 അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടക്കും. മഞ്ചേരി സിറ്റി പോയിന്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന കൺവെൻഷൻ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഈ പ്രിയദർശിനി സൗജന്യ പദ്ധതി പ്രകാരം KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉണ്ടായപ്പോൾ ഞങ്ങളുടെ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്തിരുന്ന പകുതിയോളം വരുന്ന സ്ത്രീ യാത്രക്കാരും ഇപ്പോൾ KSRTCയിലേക്ക് മാറിയിരിക്കുക. സ്വാഭാവികമായും ഒരു കടയിൽ 100 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു സാധനം വേറൊരു കടയിൽ 50 പൈസക്കോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആളുകൾ അങ്ങോട്ടല്ലേ പോവുള്ളൂ. അതേമാതിരി KSRTC ഉള്ള റൂട്ടുകളിൽ ഞങ്ങളെ യാത്രക്കാർ മുഴുവനായി അങ്ങോട്ട് മാറി. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൊറോണ വന്നതിന് ശേഷം വലിയ പ്രയാസത്തിലായിരുന്നു ബസ് സർവീസ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു നേരിയ ബസ് ചാർജ് വർധനമൊക്കെ ഉണ്ടായി ഞങ്ങൾ ഒരു തൽക്കാലം പിടിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ 2 മാസത്തിനിടയിൽ 8 രൂപ 1 ലിറ്റർ ഡീസലിന് വില വർദ്ധിച്ചു. അങ്ങനെ 8 രൂപ ഡീസലിന് വില വർദ്ധിച്ചപ്പോൾ ഏകദേശം ഒരു ബസ്സിന് 500 മുതൽ 1000 രൂപ വരെ ദിവസച്ചെലവിൽ വർധനവ് വന്ന സാഹചര്യത്തിലാണ് ഈ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയത്. ഇത് നടപ്പാക്കുന്നതെന്ന് പ്രഖ്യാപിച്ച ഉടനെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷവും VD സതീശനടക്കമുള്ള അതേമാതിരി ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി CP ജോൺ അടക്കമുള്ള എല്ലാ മന്ത്രിമാരും ഞങ്ങൾ മാറി മാറി കണ്ട് ഇതിന്റെ അപകടം അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ അപ്പോഴേക്ക് അവർ ഞങ്ങളെ സ്വകാര്യ ബസ്സുകളെ കൂടി ചേർത്ത് പിടിക്കുന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഇതുവരെ കിട്ടിയിട്ടില്ല. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ എരിക്കുന്നൻ, ജില്ലാ സെക്രട്ടറി പക്കീസ കുഞ്ഞിപ്പ, ജില്ലാ വൈസ് പ്രസിഡന്റ് പാസ് മാനു, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ റഫീഖ് കുരിക്കൽ, KP മുഹമ്മദ് കോയ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.